പറുദീസകളിലെ തൂവ ചെടിയുടെ നറുമണമാണി നാമം തൗഹീദ് കലമിൽ കമലദളം തൗദീൻ കൂബിലെ ചിത്രലയം ദില്ലിൽ തോട്ട കൂടാരങ്ങൾ തിരുവശമുണ്ടി രാജപദം ഇസ്രാരാവിൽ മുത്ത് ഹബീബിന് ഇസ്സത്തേറ്റിയ സുവിശേഷം രാജ സുലൈമാൻ നബിയുടെ കയ്യിൽ മോതിരമാണ് ഈ നാമം ഖലീൽ ഇബ്രാഹിം കൈപ്പട തന്നിൽ കനക പീയൂഷം ഈ നാമം മുൻകർ നകീറിന്റെ നാവിലെ നാമം അസ്റായീലിന്റെ ധവള പ്രകാശം നൂഹർ നബിയുടെ നൗകനായിരിക്കും തുഴയുടെ അഴകാണ് ഈ നാമം സ്വർഗനിവാസിന് പൂർണ്ണതയേകും സ്വർണമയൂരം ഈ നാമം അഴകൊളിയേറ്റും ഹർഷപ്രകാശം ഈ നാമം തിരുഹൗദിങ്കൽ നൂറ് നിറയ്ക്കും ദീപാവലിയാണ് ഈ നാമം സ്വർഗീയ രാവുകളാനന്ദിക്കും ഹരരാഗത്തിനുമാഗീതം സ്വർഗീയ രാവുകളാനന്ദിക്കും ഹരരാഗത്തിനുമാഗീതം അർഹതയില്ല അമ്പിയ രാജന് പേരെഴുതാനൊരു ഭാവിനാൻ ആപാദിക്കും കൊണ്ടു തപിക്കും പാമരനായൊരു ദോഷീനാൻ മഹ്ശറനാളിലെ രക്ഷകരെ മഗ്ഫിറത്തിനായി തേടിടണേ മധുര മനോഹര നാമത്തിന്റെ മദ്ഹുകളാൽ തുണ നൽകിടണേ അഖില ചരാചര പരിപാലകനാ അഹദായവനും ഒരു നാമം അഖില ചരാചര പരിപാലകനാ അഹദായവനും ഒരു നാമം. ഇൻഷാ അല്ലാഹ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമത്തിന്റെ ആണ് ഇപ്പോൾ കേട്ടത്. പാട്ട് പാടുന്നവരും പാട്ട് കേൾക്കുന്നവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പാടുമ്പോഴും കേൾക്കുമ്പോഴും അതിന്റെ ശ്രുതിയും അതിന്റെ ലയവും അതിന്റെ ദഫും അതിന്റെ ആ പാടുന്ന ആളെ ശബ്ദവും നമ്മൾ ശ്രദ്ധിക്കണം എന്നില്ല. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണല്ലോ, അത് എങ്ങനെ പാടിയാലും ഇനി അത് പാടുന്നതിനിടയ്ക്ക് സ്ക്രാച്ച് വന്നാൽ പാടുന്ന ആളെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ക്രാച്ച് ഇല്ലാത്ത പാട്ടിനല്ല മാർക്ക് കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആര് പാടിയാലും എങ്ങനെ പാടിയാലും ഒറ്റക്ക് പാടിയാലും ഈ ശബ്ദമില്ലാത്ത ആള് മദ്ഹ് ഇങ്ങനെ ആ കിതാബിൽ നോക്കി കണ്ണോടിച്ചാലും അതിന് പ്രതിഫലമാണ്. അപ്പോ നമ്മൾ പാടുമ്പോ